ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള കടലയുണ്ടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പീനട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കുഞ്ഞു ബൗളിൽ ഒരു അര ഭാഗത്തോളം പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്നും പൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. വളരെയേറെ രുചികരമായിട്ടുള്ളൊരു കടലയുണ്ടയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി സെയിം പാനിലോട്ട് തന്നെ ഒരു 10 ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോഴത്തെ ബദാം നന്നായിട്ട് തന്നെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരി വറുത്തെടുക്കാം. അതിനായിട്ട് ഈ സെയിം കടായിലോട്ട് തന്നെ ഒരു ഗ്ലാസ് അരി ഇട്ട് കൊടുക്കാം. ഇത് ചോറ് വയ്ക്കുന്ന അരിയാണ്. ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റൈസും എടുക്കാം. ഈ റൈസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ റൈസിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല പോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ അരി നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടണം. അപ്പോഴേ ഒട്ടും തരികളൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കാൻ പറ്റൂ. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നിലക്കടലയും അതുപോലെ തന്നെ ബദാമും ഉണ്ടല്ലോ, അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴത്തെ നിലക്കടലയും ബദാമും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ കളറാവും വരെ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1.5 ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 3 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് ശർക്കര പാനി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പീനട്ടും ബദാമും ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നിങ്ങൾക്കിത് കുറച്ച് ലൂസായിട്ട് തോന്നാം, പക്ഷേ തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് പാകമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ കടലയുണ്ടയുടെ മിക്സൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കടലയുണ്ട റെഡി. നോക്കിയേ, ഇപ്പോൾ ഈ ഒരു കടലയുണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കടലയുണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.